ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെന്നാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഈ ബോക്സ് എല്ലാം ആയിട്ട് എന്താ പരിപാടി എന്നുള്ളത്. ഈ ഒരു ബോക്സ് വെച്ചപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും എന്തെല്ലോ സ്പെഷ്യൽ ഉണ്ട് എന്നല്ലേ. അപ്പോൾ ഇതൊരു വലിയ ഗിഫ്റ്റാണ് കേട്ടോ. വലുതല്ല, കുറേ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് കൂടിയിട്ട് ഒരു വലിയ ഗിഫ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇന്ന് എൻ്റെ ഉമ്മാക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അത് ഞാൻ നാട്ടിൽ വരുന്ന സമയത്തേ വിചാരിച്ചിട്ടുണ്ടാവും. നാട്ടിൽ വന്നതിന് ഉമ്മമാർക്ക്, നമ്മുടെ ഉമ്മമാർക്കായാലും അമ്മമാർക്കായാലും മെയിനായിട്ട് എന്തായിരിക്കും ഇഷ്ടം? നമ്മളെ കിച്ചണിലുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ വീട്ടിൽ ഉപകാരത്തിനെത്തുന്ന എന്തെങ്കിലും പ്രൊഡക്ട്സ് ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഉമ്മാക്ക് കുറേ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് നല്ല വിലക്കുറവിൽ എന്നാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്രോ സ്റ്റോറിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഗിഫ്റ്റ് ആക്കിയിട്ട് പാക്ക് ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഉമ്മാക്ക് ഇന്ന് കൊടുക്കണം. എന്തായാലും ഉമ്മ ഹാപ്പി ആവും തന്നെ വിചാരിക്കുന്നത്. കാരണം ഉമ്മാക്ക് വലിയ വലിയ ഗിഫ്റ്റിനെക്കാളും ഇങ്ങനത്തെ മെയിൻ വീട്ടിലുള്ള എന്തെങ്കിലും എല്ലാം വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത് എല്ലാം അൺബോക്സ് ചെയ്യണം. ഇതിൽ ഓരോ സാധനം ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇതിൽ നിന്ന് മൂന്നല്ല എല്ലാ ഓൺലൈൻ ഐറ്റംസും പർച്ചേസ് ചെയ്യും. ഞാനും കൂടുതൽ മീഷോ എന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യലും. പക്ഷേ ഇതിനെ വെല്ലാൻ നമ്മുടെ ഗ്രോ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലില്ല, നല്ല ചീപ്പ് റേറ്റിന് ഹൈ ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും കേട്ടോ. നല്ല റേറ്റ് കുറവാണ്. ഞാൻ വാങ്ങിച്ച ഓരോ പ്രൊഡക്ട്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ ഓരോരോ പ്രൊഡക്റ്റ് എന്തൊക്കെ ഞാൻ വാങ്ങിയെന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും അവരുടെ കയ്യിലുണ്ടാവും. ഇനിയിപ്പോൾ നമുക്കിത് ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മാക്ക് കൊടുക്കാം കേട്ടോ. ഉമ്മ, ഓ ഉമ്മ ഇങ്ങ് വാ. വരുമ്പോൾ കത്രിക എടുക്കണേ ഒന്ന്. നിങ്ങൾക്കൊരു ഒരു കുഞ്ഞു കുഞ്ഞു വലിയ വലിയ ഗിഫ്റ്റ് ഉണ്ട്. അതിയാ, ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. എന്താ ക്യാമറ ഓക്കെ, എല്ലാവരും കാണിച്ചതാ. ഉമ്മാക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെവിടുന്ന വാങ്ങീന്? ഇതെല്ലാം ഉണ്ട് മോളെ. മീഷോന്നാ, ആമസോന്നാ? മീഷോ ഒന്നുമല്ല, ഇതെല്ലാം സ്പെഷ്യലാണ്. ഓ, സ്പെഷ്യൽ സ്ഥലത്തുനിന്ന്. അതേതാ സ്ഥലം? അത് ഗ്രോ സ്റ്റോറിന്. അത് മെയിൻ ആവുന്നല്ലോ ഉമ്മ. മീഷോന്ന് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നെല്ലാം വാങ്ങുന്നതിൽ എത്രയോ റേറ്റ് കുറവാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ് അവരാ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇനിയും വേണ്ട സാധനം നോക്കി ഓർഡർ ചെയ്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നോക്കിയിട്ടാണ് അതിലേക്ക് ഓർഡർ കൊടുത്തത്. അപ്പോൾ ഉമ്മ പറഞ്ഞ് നീ വീഡിയോ മൊത്തത്തിൽ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വരാം, എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെന്നുള്ളത് എൻ്റെ ഉമ്മ പോയി കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഇതാ ബോക്സിൽ നിന്നെല്ലാം എടുത്തിട്ട് ടേബിളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോരോ പ്രൊഡക്റ്റും അതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മെയിൻ എല്ലാവരും വീട്ടിൽ ഉപയോഗമുള്ള ഒരു ഐറ്റമാണ് വാഷിംഗ് മെഷീൻ്റെ കവറ്. അപ്പോൾ അത് ഞാൻ അയച്ചിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ മുകളിലാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഉപയോഗിക്കുന്നത്. വീട്ടിൽ ഏറ്റവും ഉമ്മക്ക് യൂസ്ഫുൾ ആകുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെ കവറാണ് കേട്ടോ. ഉമ്മ എപ്പോഴും പറയും മഴ പെയ്യുന്ന സമയത്ത് ചാറിലടിച്ചിട്ട് ഇതിന് സൈഡ് ഇങ്ങനെ തുരുമ്പ് വരുന്ന പ്രശ്നം ഉമ്മ പറയലുണ്ട്. അപ്പോൾ നമ്മളിത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ടൈപ്പ് കവറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈസി ആയിട്ട് ഇടാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഇതാ സൈഡിൽ ടൈ ചെയ്യാനുള്ള ഇതുപോലത്തെ ഇതും കൊടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് ഇടാം. മെയിനായിട്ട് മിക്ക വീടുകളിലും ഞാൻ വാഷിംഗ് മെഷീൻ കണ്ടിട്ടുണ്ട്, ഒന്നുകിൽ കളറ് മങ്ങിയ പോലെ ആയിരിക്കും സൺലൈറ്റ് അടിച്ചിട്ട്, അല്ലെങ്കിൽ തുരുമ്പ് വരുന്ന പോലെ മഴച്ചാറിലൊക്കെ അടിച്ചിട്ട്. അപ്പോൾ നമുക്കിത് ചെറിയ രീതിയിൽ തുരുമ്പ് വന്നിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഈ കവർ കൊണ്ട് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് സൂര്യപ്രകാശത്തിലും ഈ മഴയത്തൊന്നും ഒരു പ്രശ്നം ആവില്ല കേട്ടോ. ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ഈസി ആയിട്ട് ഇടാനും പറ്റും. നമ്മളിത് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ മുകളിൽ ഇങ്ങനെ സിബ് തുറക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ടൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് നിൽക്കും. പിന്നെ നമ്മൾ ടോപ്പ് ലോഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സിബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡോറ് തുറക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 199 രൂപയാണ്. 199 റുപ്പീസ് സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ഭയങ്കര യൂസ്ഫുൾ ആകുന്ന പ്രൊഡക്റ്റ് ആയിട്ടാ. അത് നിങ്ങൾക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. നമ്മുടെ സിലിക്കോൺ ബോൾസാണ് ഇത്. സിലിക്കോൺ ബോൾസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി അലക്കാനിട്ടാൽ അത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? മൊത്തത്തിൽ കുഴങ്ങി എന്താ പറയുക, ചൊറഞ്ഞിട്ടൊക്കെ അല്ലേ ഉണ്ടാകുക. അത് നമ്മൾ വലിച്ചെടുത്തിട്ട് വേണമല്ലേ ഓരോന്ന് അറിയിടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി അത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ ഒന്നുകൂടി കൂടുതലാന്ന് തോന്നുന്നുണ്ട് ആ പ്രശ്നം. അപ്പോൾ അതിനെ നമുക്ക് മാറ്റാനുള്ള ഏറ്റവും വലിയ പരിഹാരം ഈ ഒരു സിലിക്കോൺ ബോൾസാണ് കേട്ടോ. ഇതുപോലെ അലക്കാനിടുന്ന സമയത്ത് കുറച്ച് ബോൾസ് അതിൽ ആദ്യമേ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്താലും അല്ലെങ്കിൽ മുകളിൽ ഇട്ടാലും എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. വാഷിംഗ് മെഷീനിൽ ഉണ്ടായാൽ മതി ഈ ബോൾസ്.
അപ്പോൾ നമ്മൾ അലക്കി കഴിയുമ്പോഴത്തേക്ക് ഇതായിരിക്കും അവസ്ഥ. പെട്ടെന്ന് ഉണങ്ങിയിട്ട് എടുക്കുമ്പോഴത്തേക്കിന് ഓരോരോ തുണിയായിട്ട് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമുക്ക് അയലിൽ കൊണ്ട് ആറിടാൻ പറ്റും കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിന് 8 പീസിന് 89 റുപ്പീസാണ് വരുന്നത്. ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെ റേറ്റ്. അപ്പോൾ നല്ല യൂസ്ഫുൾ അല്ലേ. പിന്നെ വേറൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് തുണി ഒന്ന് വൃത്തിയാവാനും കൂടി ഇത് നല്ലതാണ് കേട്ടോ. കൂടുതലായിട്ട് നന്നായിട്ട് വൃത്തിയാവാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബോൾസ്. അടുത്ത നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് കിച്ചണിൽ മുട്ട വെക്കുന്ന ട്രേ ആണ് കേട്ടോ. അപ്പോൾ ഒരേ സമയം 24 മുട്ട വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്വാളിറ്റിയുള്ള വെറും 165 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ട്രേ ആണ് ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ മുട്ടയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വീട്ടിൽ പുറത്താണെങ്കിലും ഫ്രിഡ്ജിലാണെങ്കിലും എവിടെ വെച്ചാലും എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കുമല്ലോ. ഒന്ന് കഴുകി തുടച്ചങ്ങ് മുട്ട വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ട് ഇരുന്നോളും. പൊട്ടിപ്പോകുന്ന പ്രശ്നം ഒന്നുമില്ല. കൗണ്ടർ ടോപ്പിലൊക്കെ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ പോലും നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. വെറും 165 രൂപയേ ഉള്ളൂ കേട്ടോ. അടുത്ത നല്ലൊരു അടിപൊളി ഭംഗിയുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മളെ സോപ്പ് വെക്കുന്ന ട്രേ ആണ് കേട്ടോ. സോപ്പ് വെക്കുന്ന ട്രേ നമ്മൾ ഒരുപാട് മോഡലിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 126 രൂപയേ ഉള്ളൂ. പക്ഷേ ഇത് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് സ്റ്റാൻഡും ഇതുപോലെ ഒരു ട്രേ മുകളിൽ വെക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിൻ്റെ വലിയ ഭാഗം നമ്മളെ കൗണ്ടർ ടോപ്പിൽ, അതായത് വാഷ് ബേസിൻ്റെ തട്ടിൽ തട്ടുന്ന രീതിയിലും ചെറിയ ഭാഗത്തിനായിരിക്കണം ഈ ട്രേ വെക്കേണ്ടതും കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു കുഞ്ഞു വാൾവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ വാഷ് ബേസിൻ്റെ ഏരിയയിൽ വെച്ച് എവിടെയാണെങ്കിലും നല്ലൊരു ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടാണ് ഉള്ളത്. പക്ഷേ അതിൽ സോപ്പ് നമ്മൾ വെള്ളത്തോട് കൂടി സോപ്പ് വെച്ചാലും സോപ്പ് അങ്ങനെ പറ്റി പിടിക്കുന്ന പ്രശ്നമോ ആ ഒരു സോപ്പ് അലിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഈ ഒരു വെള്ളം കണ്ടില്ലേ, ഞാൻ ഇതുപോലെ ഒഴിക്കുമ്പോൾ ഈ വാൾവിൽ കൂടി അങ്ങനെ അങ്ങ് ഒലിച്ചു പോകും കേട്ടോ. അങ്ങനെ അതിൽ കെട്ടി നിൽക്കുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 126 രൂപയാണ് ഈ ഒരു സോപ്പ് ട്രേക്ക് വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അടുത്തത് ഇവിടെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമുക്ക് ഹെയർ ഓയിൽ തലയിലിടാൻ പറ്റിയിട്ടുള്ളൊരു ബോട്ടിലാണ് കേട്ടോ. അതായത് ഇതിലേക്ക് ഏത് ഹെയർ ഓയിലായാലും കുഴപ്പമില്ല, നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് അത് നിറച്ച് കൊടുക്കാം. എന്നിട്ട് ടൈറ്റായിട്ട് അടച്ചു കൊടുത്തിട്ട് ഞാനിത് ലൂസിൻ്റെ തലയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സ്കാൽപ്പിലൊക്കെ ഡയറക്റ്റ് എണ്ണ നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യും. നല്ലൊരു മസാജും കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇത് ഡയറക്റ്റ് ആണുങ്ങന്മാർക്കുള്ള പ്രത്യേകിച്ച് ഒന്നുകൂടി നല്ല സുഖമാണ് കേട്ടോ ഇങ്ങനെ ഇടുന്ന സമയത്ത്. എല്ലാവർക്കും നല്ലത് തന്നെ. അപ്പോൾ ഇതിൻ്റെ 68 രൂപയാണ് കേട്ടോ ഈ ഒരു ബോട്ടിലിന് വരുന്നത്. അടുത്തത് മൈക്രോ ഫൈബറിൻ്റെ ഒരു മിറ്റാണ് കേട്ടോ. നല്ല നീറ്റായിട്ട് നമുക്ക് എന്തും തുടച്ചെടുക്കാൻ പറ്റും. മെയിനായിട്ട് ഇത് നമുക്ക് ഇതുപോലെ ഗ്ലൗസ് പോലെ കയ്യിലിടുന്നത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു തുണി പിടിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും തുടക്കുമ്പോൾ ഭയങ്കര ഒരു മടുപ്പ് വരുന്ന പോലെയല്ലേ. പക്ഷേ ഇതിങ്ങനെ കയ്യിലിട്ടിട്ട് ഗ്ലൗസ് പോലെ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലും ആയിരിക്കും. എന്നാൽ മൈക്രോ ഫൈബർ ടെക്സ്ചറും ക്ലോത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ ഹാൻഡ് റെയിലാണെങ്കിലും അല്ലെങ്കിൽ ജനലിൻ്റെ കമ്പി, പിന്നെ നമ്മളെ വണ്ടിയൊക്കെ ഗ്ലാസ് കാര്യങ്ങൾ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്യാനും എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആകും കേട്ടോ. എന്തായാലും ഇതൊന്ന് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഒന്ന് വാങ്ങിച്ച് നോക്ക്. 75 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് നമ്മൾ എത്രത്തോളം വീട്ടിൽ ഭംഗിയിൽ വെക്കണം എന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഹാൻഡ് വാഷ് ഡിസ്പെൻസർ ആയിരിക്കില്ലേ. കാരണം നമ്മളൊരു ഹാളിലൊക്കെ വാഷ് ബേസിൻ്റെ ഏരിയയിലൊക്കെ എപ്പോൾ നീറ്റായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മോഡലിലൊക്കെ ഹാൻഡ് വാഷ് ഡിസ്പെൻസറൊക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരു പ്രത്യേക ലുക്ക് തന്നെയായിരിക്കും. അത് വാഷ് ബേസിൻ ഏരിയ മാത്രമല്ല, നമുക്ക് കിച്ചണിലാണെങ്കിലും കിച്ചൺ വാഷ് ബേസിലും ഒക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ഓർഡർ ചെയ്തിട്ടുണ്ട്. 89 രൂപയുള്ളൂ കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ ഇതുപോലെ ഹാൻഡ് വാഷ് നിറക്കുക, ബോട്ടിലൊന്ന് സെറ്റ് ചെയ്ത് ഇതുപോലെ നമ്മുടെ വാഷ് ബേസിൻ ഏരിയയിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡിസ്പെൻസറിന് ഒരെണ്ണത്തിന് 89 രൂപയാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ മെറ്റീരിയൽ എടുത്ത് പറയാം, നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ പൊട്ടുന്ന പ്രശ്നവും ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തതാകുമ്പോൾ ഒരെണ്ണം വാങ്ങിച്ചാൽ തന്നെ കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക് വാങ്ങിയിട്ട്. അടുത്തത് ഈ ഒരു വീഡിയോ കാണുന്ന നമ്മൾ സ്വന്തം വ്യൂവേഴ്സിനോട് എനിക്ക് നിർബന്ധമായിട്ടും വാങ്ങേ പറ്റുമെന്ന് പറയുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എല്ലാതും ഉപയോഗമുള്ള തന്നെയാണ്. പക്ഷേ ഇതൊന്നുകൂടി ഞാൻ പറയാം, നിർബന്ധമായിട്ടും വാങ്ങിക്കേട്ടാ. എന്താണെന്ന് വെച്ചാൽ ടൂത്ത് ബ്രഷ് ഹോൾഡറാണ്. നമ്മൾ പ്രത്യേകിച്ചും ബാത്റൂമിലൊക്കെ ചിലവർ ഓപ്പൺ ചെയ്തിട്ടൊക്കെ അല്ലേ ബ്രഷ് ഇടുക. അങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ മേലെ പല ബാക്ടീരിയകളായാലും പിന്നെ നമ്മുടെ പല്ലി പാറ്റ കൂറ ഇതൊക്കെ വന്ന് നക്കുകയൊന്നും ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ നമുക്കതൊന്നും കണ്ണോട് കാണാൻ കഴിയില്ല എന്താ അതിൽ പറ്റിയെന്നുള്ളത്.
നല്ലത് അല്ല, ബാക്ടീരിയ ഒന്നും കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിന് ഇതുപോലത്തെ ടൂത്ത് ബ്രഷ് ഹോൾഡർ വാങ്ങിച്ചിട്ട് ബാത്റൂമിൽ വെക്കുകയാണെങ്കിൽ, ബ്രഷ് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അടിപൊളിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ കൊണ്ടുപോകാനും എല്ലാത്തിനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് വാങ്ങാൻ നോക്കണേ. ഇതിന് 4 പീസിന് വരുന്നത് 58 രൂപയാണ്. ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ടൂത്ത് ബ്രഷ് ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങി നോക്കണേ. അടുത്തത് ഒരു സ്ക്രബ്ബറാണ് കേട്ടോ. നമ്മുടെ സ്റ്റീൽ ബോളില്ലേ, സ്റ്റീൽ സ്ക്രബ്ബർ, അതിൽ ഒരു ഹാൻഡിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ പഴയതായി തയഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ നോർമൽ സ്റ്റീൽ സ്ക്രബ്ബറില്ല, അത് ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്തിട്ട് ഉപയോഗിക്കുക കേട്ടോ. നോർമൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ നല്ലതാണ്. കൈകൊണ്ട് വരച്ച് കഴിയുന്നാലും ഇതുപോലെ ഹാൻഡിൽ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി നീറ്റ് ആയിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് 49 രൂപയാണ് കേട്ടോ വരുന്നത്. നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ബൗളോ കാര്യങ്ങളോ പാത്രങ്ങളൊക്കെ കൈകൊണ്ട് വരച്ച് കഴുകാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിക്കോളും. അടുത്തത് നമുക്ക് എല്ലാവർക്കും കിച്ചണിൽ മെയിനായിട്ട് ഉപയോഗമുള്ള ഒരു ഐറ്റമാണല്ലോ ടിഷ്യൂ. അപ്പോൾ അത് മൈക്രോ ഫൈബറിൻ്റെ ടിഷ്യൂവും കൂടിയാണെങ്കിൽ അടിപൊളിയല്ലേ. എന്ത് തുടക്കാനൊക്കെ ആണെങ്കിലും മൈക്രോ ഫൈബർ ക്ലോത്തിനെ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. എന്തും നമുക്ക് വെള്ളമൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കാനും എല്ലാത്തിനും ഉപയോഗമാണ്. അതുപോലെ നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു 20 പീസ് വരുന്ന ഒരു ബോക്സ് ടിഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബൗളോ കാര്യങ്ങളോ എന്തും തുടക്കാൻ അടിപൊളിയാണ് കേട്ടോ. വെള്ളമൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കും, നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 20 പീസ് വരുന്ന ഈ ഒരു ബോക്സിന് 150 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ കിച്ചണിലെ പണിയൊക്കെ തീർത്തിട്ട് ഉമ്മ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഓടി വന്നിട്ട് എൻ്റെ അരിയത്ത് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റമൊക്കെ കണ്ടപ്പോൾ ഉമ്മ ഭയങ്കര സന്തോഷം. ഉമ്മ പറഞ്ഞ് കുറേ ആയിട്ട് ഞാൻ കത്തി മൂർച്ചയാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടാണ് കല്ലുമുലൊക്കെ അടിച്ചിട്ട് മൂർച്ചയാക്കൽ. ഇനിയിപ്പോൾ ഇത് കിട്ടിയോണ്ട് ഭയങ്കര ഉപയോഗമായിരുന്നു. കാരണം കിച്ചണിൽ തന്നെ അവിടെ എവിടെയെങ്കിലും സൈഡിൽ വെക്കാമല്ലോ, പെട്ടെന്ന് എടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. സൈഡിലായിട്ട് ഒരു വൈറ്റ് കളർ സ്റ്റോണിൻ്റെ ഒരു ബുഷ് പോലെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗ്യാപ്പിലാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ വെച്ചിട്ട് താഴോട്ടേക്ക് കാണിച്ചല്ലോ, അതുപോലെ നന്നായിട്ട് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. താഴോട്ടേക്ക് ഒരു സൈഡിലേക്കായിട്ട് മാത്രം വലിക്കുക. അപ്പോൾ അടിപൊളി മൂർച്ചയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 139 രൂപയാണ് കേട്ടോ. അടുത്തത് നമുക്ക് കിച്ചണിൽ ഭയങ്കര ഉപയോഗമുള്ളതാണല്ലോ, വാഷ് ബേസിൻ്റെ ഏരിയയിൽ നമുക്ക് ലിക്വിഡ് ഡിസ്പെൻസർ വെക്കുമല്ലോ. അപ്പോൾ കാണാൻ കുറച്ചും കൂടി വെറൈറ്റിയും ഭംഗിയുള്ളതാണെങ്കിൽ ഒന്നുകൂടി നല്ല നീറ്റ് ഉണ്ടാവില്ലേ കിച്ചൺ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 79 രൂപയുള്ളൂ കേട്ടോ. ഇതിന് നല്ല ഭംഗിയില്ലേ. അപ്പോൾ നോർമൽ നമ്മൾ ലിക്വിഡും വെള്ളവും മിക്സ് ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതവിടെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സ്ക്രബ്ബറും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ എല്ലാം കൂടി 79 രൂപയാണേ ഉള്ളൂ. അപ്പോൾ അത് അല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അടിയിൽ ലിക്വിഡ് നിറച്ച് കൊടുത്തിട്ട് മുകളിൽ ഇതുപോലെ സോപ്പും വെച്ചിട്ട് അങ്ങനെയും കഴുകാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഈ ഒരു ബ്രഷിൽ നിങ്ങൾ എന്തായാലും ഒരെണ്ണം വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചോ കേട്ടോ. ഉപകാരപ്പെടും തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ വാഷ് ബേസിൻ്റെ ബാക്കിൽ ചെറിയ ഗ്യാപ്പിൽ, അല്ലെങ്കിൽ കിച്ചണിൻ്റെ ടൈലിൻ്റെ ഗ്യാപ്പ്, സിങ്കിൻ്റെ സൈഡിലുള്ള ഗ്യാപ്പൊക്കെ നമുക്ക് എത്ര കൈ എത്താത്ത സ്ഥലങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ക്ലോത്ത് വെച്ചിട്ടും സ്ക്രബ്ബർ വെച്ചിട്ടൊന്നും അഴുക്കൊന്നും പോവാതെ ഏരിയകളില്ലേ, കുഞ്ഞു കുഞ്ഞു ഏരിയകൾ ഗ്യാപ്പ് കുറവുള്ള, അതിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു ബ്രഷ് ഇട്ട് വൃത്തിയാക്കുകയാണെങ്കിലേ പെട്ടെന്ന് തന്നെ അഴുക്ക് പോകും. ആള് ഭയങ്കര കുഞ്ഞാണെങ്കിൽ ഉപയോഗം ഭയങ്കര കൂടുതലായിട്ടാ. പിന്നെ റേറ്റ് ആണെങ്കിൽ വളരെ ചീപ്പുമാണ്, 18 രൂപയുള്ളൂ ഒരെണ്ണത്തിന്. പക്ഷേ ഇതിൻ്റെ യൂസേജ് ഇല്ല, ശരിക്കും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്തായാലും നിങ്ങളൊന്ന് വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയട്ടാ. കാരണം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ചെറിയ നമുക്ക് വിരൽ കൊണ്ടോ നമുക്ക് സ്പോഞ്ചൊന്നും ഇട്ടിട്ട് വൃത്തിയാക്കാൻ പറ്റാത്ത ഏരിയകളില്ല, ബാത്റൂമിൻ്റെ ടൈലിൻ്റെ ഗ്യാപ്പും ഇതുപോലെ ബേസിൻ്റെ ഒക്കെ ഭയങ്കര ഉപയോഗപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അതുപോലെ എന്തും കഴുകുക കേട്ടോ. കാരണം നമുക്ക് വാഷ് ബേസിൻ്റെ ഏരിയകൾ മാത്രമല്ല, ചെറിയ ബക്കറ്റിൻ്റെയോ എന്തെങ്കിലും അടപ്പിൻ്റെ ചെറിയ ഗ്യാപ്പില്ല, നമുക്ക് വെള്ളം കൊണ്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റാതെ അങ്ങനത്തെ ഗ്യാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേഗം അതിൻ്റെ ഇടയിൽ കയറിയിട്ട് വൃത്തിയാക്കാൻ ഭയങ്കര ഉപയോഗം കേട്ടോ. എന്തായാലും ഒന്ന് വാങ്ങി നോക്കണേ. അപ്പോൾ ഈ ഒരു ഫ്ലാസ്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, തെർമൽ ഫ്ലാസ്ക് ആണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിത്ത് LED ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടുവെള്ളവും ചായ കാപ്പി എന്ത് ഇതിൽ നിറച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ, ഇപ്പോൾ ഓഫീസിൽ പോകുന്നൊക്കെ അവരെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് വിടുകയാണെങ്കിലും ഇതിൻ്റെ ഈ ഒരു ഡിസ്പ്ലേയിൽ അതിൻ്റെ ടെമ്പറേച്ചർ കാണിക്കും കേട്ടോ, എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് ആണ് കേട്ടോ. കാരണം ഇതുപോലെ LED ഡിസ്പ്ലേ ഒക്കെയുള്ള ഫ്ലാസ്കിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്. പക്ഷേ നമ്മുടെ ഗ്രോ സ്റ്റാറിൽ വെറും 199 രൂപയുള്ളൂ. നിങ്ങൾക്ക് ഏത് ഓൺലൈൻ ആപ്പ് വെച്ചിട്ട് കമ്പയർ ചെയ്താൽ ഈ ഒരു റേറ്റിന് കിട്ടൂല. ഹൈ ക്വാളിറ്റിയിൽ എന്തായാലും കിട്ടാൻ ചാൻസേ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പ്രത്യേകിച്ച് നോർമൽ ഫ്ലാസ്ക് അല്ലല്ലോ, വിത്ത് LED ഡിസ്പ്ലേ ഫ്ലാസ്ക് ആയതുകൊണ്ട് തന്നെ ഈ റേറ്റിന് നമുക്ക് അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് വാങ്ങി നോക്കണേ.
അടുത്തത് നിങ്ങൾ നിർബന്ധമായിട്ടും വീട്ടിൽ വാങ്ങി വെക്കേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ട്രോളിയാണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് ലേഡീസിന് എന്തെങ്കിലും ഓവർ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പം ആരെങ്കിലും എല്ലാം വിളിച്ചിട്ട് ഇടങ്ങാറാക്കണമല്ലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു ട്രോളി നിങ്ങൾ വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ ആരും ഹെൽപ്പും വേണ്ട കേട്ടോ, എല്ലാം അത് നമുക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാം. പ്രത്യേകിച്ചും ഗ്യാസിൻ്റെ സിലിണ്ടർ, പിന്നെ നമ്മുടെ വെയിറ്റുള്ള ഈ മൺചട്ടി അല്ലെങ്കിൽ വെയിറ്റുള്ള ബക്കറ്റും വെള്ളം, അങ്ങനത്തെ എന്ത് വെയിറ്റുള്ള സംഭവം നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളില്ലേ, അതൊക്കെ ഈ ഒരു ട്രോളി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് എവിടെയും എന്തും കൊണ്ട് വെക്കുക കേട്ടോ. കാരണം ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് ആണെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കരമാണ് കേട്ടോ. ഏകദേശം ഒരു 80 കിലോ വരെ വെയിറ്റ് ഉള്ള ഒരാൾ ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ പോലും പൊട്ടൂല, അത്രക്കും ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഉള്ളൊരു ട്രോളിയാണ് ഇത്. പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര ചെടിയൊക്കെ നോക്കുന്ന ഒരാളാണ് കേട്ടോ. വെയിറ്റുള്ള ചട്ടികളും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കലും ചെടി നന്നായിട്ട് നോക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇത് ചെടിക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെട്ട്. കാരണം എന്താ വെച്ചാൽ ഈ വെയിറ്റുള്ള മൺചട്ടിയൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, ഈ ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഈ ഒരു സംഭവം വാങ്ങിയതിന് ശേഷം എനിക്കത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി. കാരണം ആരും വിളിക്കണ്ട, അല്ലെങ്കിൽ ബ്രദറിനൊക്കെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിപ്പിക്കല, അതൊന്നും എടുത്ത് വെച്ചവരെന്ന് ചോദിച്ചിട്ട്. ഇപ്പം എനിക്ക് ആരും ഹെൽപ്പും വേണ്ട, ഡയറക്റ്റ് ഇതിൽ വെച്ചിട്ട് ഏത് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുക കേട്ടോ. ഇതിൻ്റെ റേറ്റാണ് ഹൈലൈറ്റ്, 149 രൂപയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഞാൻ പറയാൻ വാക്കുകളില്ല. സത്യം പറയാലോ, നിങ്ങൾക്ക് വീട്ടിൽ ഒരെണ്ണമെങ്കിലും നിർബന്ധമായിട്ടും വാങ്ങി വെക്കണേ. അപ്പോൾ അടുത്തത് എന്ന് വെച്ചാൽ നമ്മളെ കിച്ചണിൽ ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊരു മൾട്ടി ഫങ്ഷണൽ ഓയിൽ ബോട്ടിലാണ്. അതും ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ എടുത്തു പറയുന്നത്, 179 രൂപയേ ഉള്ളൂ. അപ്പോൾ അതിന് ആ ഒരു പ്രൈസിന് ഇതുപോലെ ഡബിൾ ഫങ്ഷനുള്ള ഓയിൽ ബോട്ടിലൊക്കെ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എവിടെയും വാങ്ങാനൊന്നും കിട്ടില്ല. അപ്പോൾ ഗ്രോ സ്റ്റോറിൽ ഇതുപോലത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ബോട്ടിലിൽ നമുക്ക് മുകളിലുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ ഡയറക്റ്റ് ഒഴിക്കുന്നതും ഉണ്ടാക്കാം. അല്ലാതെ ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില ഐറ്റത്തിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഉപയോഗിക്കുന്നില്ലേ, അതുപോലെ വേണമെന്നെങ്കിൽ ദോശയിലൊക്കെ സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കട്ടെ. കണ്ടില്ല, ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഓയിലൊക്കെ ഒഴിച്ച് വെക്കുമ്പോൾ ഞാൻ പിന്നീട് റെസിപ്പിയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ല, 2 യൂസേജാണ്. അത് 179 രൂപയ്ക്ക് ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിലൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടാനല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്രോ സ്റ്റോറിൽ കയറിയിട്ട് ഓർഡർ ചെയ്ത് കേട്ടോ. നിർബന്ധമായിട്ടും എല്ലാവരും കിച്ചണിലും വേണ്ടുന്നൊരു ഐറ്റം അല്ലേ. അടുത്തത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഗ്ലൗസാണ് കേട്ടോ. ഇതൊരു പെയറാണ്, 138 രൂപയേ ഉള്ളൂ. നമ്മൾ ഗ്ലൗസ് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. നമ്മൾ വീട്ടിൽ തന്നെ മിക്കവരും ക്ലീനിങ്ങിൻ്റെ ആവശ്യത്തിൽ, അതായത് പാത്രം കഴുകാൻ, ചിലവർ അലക്കുമ്പോഴൊക്കെ കൈക്ക് പ്രശ്നമുള്ളവരൊക്കെ സ്ഥിരമായിട്ട് ഗ്ലൗസ് ഉപയോഗിക്കും അല്ലേ. ചിലർ തുടക്കുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരായിരിക്കും. പക്ഷേ ഇതുപോലൊരു ഗ്ലൗസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതായത് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും. അപ്പോൾ 138 രൂപയ്ക്ക് ഇതുപോലൊരു ഗ്ലൗസ് എനിക്ക് ഒന്ന് പുറത്ത് എവിടെയും കിട്ടാനില്ല കേട്ടോ. ഗ്രോ സ്റ്റോറിൽ മാത്രമേ ഇതുപോലത്തെ ഓപ്ഷൻസൊക്കെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്ലൗസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അറ്റത്ത് ഇതുപോലെ എലാസ്റ്റിക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കയ്യിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈമുട്ടിൻ്റെ അവിടെ പ്രസ്സായിട്ട് നിന്നോളും കേട്ടോ. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോൾ അതങ്ങനെ ഇളകിയിട്ട് ഊരി വരുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലൗസിൻ്റെ യൂസേജ് പിന്നെ ഞാൻ പറയേണ്ടല്ലോ, എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ. എന്ത് ക്ലീനിങ് പരിപാടിക്കാണെങ്കിലും ഗ്ലൗസ് നമ്മൾ ഇടുമല്ലോ. ചിലവർ സ്ഥിരമായിട്ട് ഇടും, നമ്മളൊന്നും പിന്നെ എപ്പോഴും ഇടുന്ന ആൾക്കാരല്ല. ചിലവർ കൈക്ക് പ്രശ്നമുള്ളവരാണെങ്കിൽ സ്ഥിരമായിട്ട് ഇടും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ആളാണ് ഇതൊരു പെയർ അവിടെ വാങ്ങി വെച്ചോ കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു 138 രൂപയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. മെയിൻ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഇലാസ്റ്റിക് വരുന്ന ടൈപ്പ് ആയതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണല്ലോ നാനോ ടാപ്പിൻ്റെ യൂസേജ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലൊരു റോള് വാങ്ങി വെച്ചാൽ മതി. 78 രൂപയുള്ളൂ ഗ്രോ സ്റ്റോറിൽ. അപ്പോൾ ഈ ഒരൊറ്റ റോള് കൊണ്ട് ഒട്ടാതായിട്ടൊന്നുമില്ല. എന്ത് നമുക്ക് പെട്ടെന്നൊരു ഒട്ടിക്കാനുള്ള ഓപ്ഷന് വേറെ, ഇപ്പോൾ ഡ്രില്ല് ചെയ്ത് ഒട്ടിക്കേണ്ട ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ പെട്ടെന്ന് സ്ക്രൂ ചെയ്യലെല്ലാം റിസ്ക് ആയിരിക്കുമല്ലോ, ആർക്കും പെട്ടെന്ന് പറ്റണമെന്നില്ല. ആ സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു ടാപ്പാണ് കേട്ടോ. വെറും 78 രൂപയുള്ളൂ. അത് ഒരെണ്ണം അവിടെ വാങ്ങി വെച്ചോളെ. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം. ഇത് നമ്മുടെ മാഗ്നറ്റ് ഹോൾഡറാണ്, അതായത് കത്രികയൊക്കെ വെക്കുന്ന മാഗ്നറ്റിൻ്റെ ഒരു ഹോൾഡറാണ് കേട്ടോ. കിച്ചൻ്റെ ചുമരിൽ ഡ്രിൽ ചെയ്തെടുക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. 168 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചാൽ തന്നെ എത്രയോ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഗ്രോ സ്റ്റോറിലാകുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കമ്മിയായിരിക്കും, എന്നാൽ ക്വാളിറ്റി അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ 168 രൂപയ്ക്ക് ഒരെണ്ണം നിങ്ങൾ എന്തായാലും വാങ്ങി വെച്ചോ കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഡ്രിൽ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഇതിൻ്റെ കൂടെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ
പക്ഷേ പെട്ടെന്ന് എനിക്കിപ്പോൾ റിഡിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മുടെ നാനോ ടാപ്പ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അത് വെച്ചിട്ട് ഒട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് വേണം അതിനനുസരിച്ചിട്ട് അളവിൽ കട്ട് ചെയ്തെടുക്കാം ടാപ്പ്. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് അവിടെ സീൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എവിടെയാണോ ഇത് ഒട്ടിക്കുന്നത് അവിടെ പോയിട്ട് അതിൻ്റെ ബാക്കിലെ കവറങ്ങ് പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കണേ, എങ്കിലേ അവിടെ നന്നായിട്ട് നിൽക്കുക. പിന്നെ ഈ ഒരു നാനോ ടാപ്പിന് വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പുള്ള സ്ഥലങ്ങളില്ല, വെള്ളം കൂടുതലുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒട്ടില്ല കേട്ടോ. നന്നായിട്ട് എവിടെയാണ് ഒട്ടിക്കുന്നത് ആ ടൈല് നല്ലപോലെ തുടച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് മാത്രം ഒട്ടിക്കാൻ നോക്കുക. പിന്നെ ചില ടൈലില്ലേ സ്റ്റെപ്പായിട്ട് ഒരു ഗ്രിപ്പുള്ള ടൈപ്പ് മിനുസല്ലാത്ത ടൈൽസൊക്കെ അതിലൊന്നും ഒരിക്കലും ഒട്ടില്ല കേട്ടോ. ഇതുപോലെ നല്ല മിനുസുള്ള ഗ്ലോസി ഫിനിഷിങ്ങുള്ള ടൈലില്ല, നല്ല ഒരേ ലെവലുള്ള അതുപോലത്തെ ടൈലിലേ ഇത് നന്നായിട്ട് ഒട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ഗ്യാരണ്ടി ആയിട്ട് അവിടെ ഒട്ടിച്ച് നിൽക്കാം. അല്ലാതെ വെള്ളമയമൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ഒട്ടി നിൽക്കില്ല, ചിലപ്പം പെട്ടെന്ന് തന്നെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് നൈഫ് ഹോൾഡറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 168 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ ഡ്രില്ല് ചെയ്ത് ചുമരിൽ അവിടെ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാലാകാലത്തേക്ക് ഒന്നും ആവില്ല കേട്ടോ. ഇത് ഒരെണ്ണം വാങ്ങിയാൽ മതി വീട്ടിലേക്ക്. അപ്പോൾ ഇത് അടുത്ത മെയിൻ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമായ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഹാങ്ങറാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് വാങ്ങിയാൽ മനസ്സിലാവും കേട്ടോ. ഹൈ ക്വാളിറ്റി ഒരു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റാണ് മെയിൻ ഹൈലൈറ്റ്. വെറും 139 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഗ്രോ സ്റ്റോറിൽ. അപ്പോൾ ഈ നൈസ് ഡേ എന്നൊക്കെ എഴുതിയ ആ ഒരു സിമ്പലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ഇതുപോലെ ഡോറിൻ്റെ മുകളിൽ ഹാങ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഡോർ അടക്കാനും തുറക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എത്ര വെയിറ്റുള്ള തുണി ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ ഇളകിപ്പോകുന്ന പ്രശ്നം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ക്ലോത്തൊക്കെ തൂക്കി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാവാൻ കാരണം ഞാൻ നിന്നതിൻ്റെ നേരെ ബാക്കിൽ നിങ്ങൾ കാണുന്നില്ല 2 ഹോള് ചുമരിൽ. അത് നമ്മൾ പണ്ടെപ്പോഴോ ഹാങ്ങർ ഡ്രില്ല് ചെയ്തിട്ട് വെച്ചൊരു കലയാണ് കേട്ടോ. അത് ഹാങ്ങർ പെട്ടെന്ന് തന്നെ ഇളകി ഇങ്ങ് വന്നു. കാരണം കൂടുതൽ വെയിറ്റ് വെക്കുമ്പോൾ ചുമരുമ്പോൾ ഇങ്ങ് ഇളകിപ്പോയി. പക്ഷെ ആ ഒരു ഹോള് കാണുമ്പോൾ എപ്പോഴും ഒരു വൃത്തികേടല്ലേ. അതിന് പെയിൻ്റ് അടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ഒരു ഹാങ്ങർ വാങ്ങാൻ കാരണം. ഇതാകുമ്പോൾ നേച്ചന് അങ്ങനെ ഡ്രില്ല് ചെയ്തിട്ട് ചുമരൊന്നും വൃത്തിയാടാൻ പ്രശ്നമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഇടയ്ക്കിടെ എവിടെ നമ്മൾ റൂം മാറി പോകുമ്പോൾ ഇതും കൂട്ടത്തിൽ എടുത്തു കൊണ്ടുപോവാം. അങ്ങനെ അവിടെ വേസ്റ്റ് ആക്കിയിട്ട് ഇട്ടിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 139 രൂപയ്ക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. എന്തായാലും ഒന്ന് വാങ്ങിച്ചോ നിങ്ങൾ. അപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് നല്ല നെയിലോണ്ട് അയലാണ്. ഈ ഒരു അയൽ എന്തായാലും 1-2 റോള് ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വാങ്ങി വെച്ചോ കേട്ടോ. കാരണം എല്ലാവർക്കും ഒരുപോലെ, നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും, അതുപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ, ബാച്ചിലേഴ്സ് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന പ്രൊഡക്റ്റാണ്. 5 മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു അയൽ. ഈ ഒരു അയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എവിടെയും വലിച്ച് കെട്ടി മുറുക്കിയിടണ്ട. കാരണം കെട്ടലും അഴിക്കലും ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല. ആരെങ്കിലും പെട്ടെന്ന് വീട്ടിലൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ അയൽ കെട്ടിയിട്ട് അതിന് ഭയങ്കര ബോറാവും. പക്ഷേ ഈ ഒരു അയലാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ 2 അറ്റത്തും ഓരോ കുളത്തുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കുളത്തിട്ടാൽ മാത്രം മതിയിട്ട് അഴിക്കലും കെട്ടലും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലത്ത് നല്ല യൂസ്ഫുൾ ആയിട്ടാണ്. കാരണം എല്ലാവർക്കും ബാൽക്കണി കാര്യങ്ങളും നല്ല സൗകര്യങ്ങളും ഉണ്ടാവണമെന്നില്ല തുണിയൊന്നും ആറിയിടാൻ. അപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ നമുക്ക് ചുറ്റും. അപ്പോൾ അവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. റൂമിലൊക്കെ തുണിയൊക്കെ മഴക്കാലത്തൊക്കെ ആറിയിടുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു അയൽ ഒരു റോൾ 5 മീറ്റർ ഉണ്ടല്ലോ, വെറും 58 രൂപയേ ഉള്ളൂ ഒരു റോളിന്. അപ്പോൾ അങ്ങനെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി ആയാലും പകലായാലും ഏത് സമയത്തും എവിടെയും വേണമെങ്കിൽ അയൽ തൂക്കിയിട്ടാൽ മാത്രം മതി കേട്ടോ. ഇതിലെത്ര വെയിറ്റുള്ള തുണിയും നമുക്ക് ഇട്ടാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു അയലിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നോർമൽ കയറ് പോലെയല്ല, ഓരോരോ കള്ളിയായിട്ട്. അപ്പോൾ നമുക്ക് ഹാങ്ങറിൽ ഓരോ ഷർട്ടായിട്ടും എന്തായിട്ടും ഹാങ്ങറിൽ നമുക്ക് തൂക്കിയിടാനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു അയലിൽ. അപ്പോൾ ഞാൻ മസ്റ്റ് ബൈ ആയിട്ടെന്നേ പറയുള്ളൂ. ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുകൂടി ഞാൻ എന്തായാലും മസ്റ്റ് ബൈ എന്നേ പറയുള്ളൂ കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ ഹോള് കണ്ടില്ലേ, ഓരോരോ ഹോളായിട്ട് വരുന്നത് കൊണ്ട് തന്നെ എത്ര ഹാങ്ങർ വേണമെങ്കിൽ നമുക്ക് അടുപ്പിച്ച് തൂക്കിയിടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വെറും 58 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഉമ്മയുടെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, നല്ല ഹാപ്പിയിലാണ്. ഇനിയുണ്ട് കുറേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ എല്ലാം കൂടി ഒന്നിച്ചാകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം മെയിനായിട്ടുള്ള കുറച്ച് മാത്രമേ ഇന്ന് കാണിച്ചിട്ടുള്ളൂ. ഇനിയും കുറേ ക്യൂട്ട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, കാണിച്ചു തരാം ഇൻഷാ അല്ലാ. അപ്പോൾ വേറെന്താണ്, അപ്പോൾ നമ്മൾ മീഷോന്നാണെങ്കിലും ആമസോണിന്നാണെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ലേഡീസ് എന്തായാലും ഒരു തവണയെങ്കിലും കിച്ചൺ ഐറ്റംസ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടാകും, ചിലവർ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ ഒരു ഗ്രോ സ്റ്റോറിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ
എത്രയോ പ്രൈസ് കുറവുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് ഞാൻ പ്രൈസ് പറഞ്ഞ സമയത്ത്. സത്യമാണ് കേട്ടോ, നമ്മൾ മീഷോ ഇങ്ങനത്തെ ഓൺലൈൻ ആപ്പൊക്കെ ഇല്ല, അതിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രോസ് സ്റ്റോറിൽ ഭയങ്കര അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ സാധനങ്ങൾ കിട്ടുന്നത്. എന്നാൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിലും അവർ കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ എടുത്തു പറയാം അവരുടെ കസ്റ്റമർ സർവീസും. അതായത് നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ആമസോണിനോ മീഷോന്നോ എന്തെങ്കിലും സാധനം വാങ്ങി, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആരെയോ വിളിക്കുക, അവരെ കസ്റ്റമർ സർവീസിൽ വിളിച്ചാൽ നമുക്ക് കിട്ടുമില്ല, ആരും നമുക്ക് അങ്ങനെ ഒന്നും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഗ്രോസ് സ്റ്റോറിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു നമ്പറിൽ അവർക്ക് കോൾ ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി, അവർ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും. കസ്റ്റമർ സർവീസൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ. പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മീഷോന്ന് ആമസോണിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു കണ്ടെയ്നറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സിംഗിൾ പീസായിട്ട് നമുക്ക് കിട്ടൂല, മൂന്നോ നാലോ അല്ലെങ്കിൽ 2 എണ്ണം മിനിമം വാങ്ങിക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ ഗ്രോസ് സ്റ്റോറിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാതും നമുക്ക് സിംഗിളായിട്ട് പീസസ് കിട്ടും കേട്ടോ. എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മീഷോന്ന് ഇതിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഓരോ സാധനം മാത്രമല്ല ഓർഡർ ചെയ്യാൻ പറ്റും, കുറേ എണ്ണം ഒന്നിച്ച് ഓർഡർ ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. പക്ഷെ നമ്മുടെ ഗ്രോസ് സ്റ്റോറിൽ എല്ലാ എന്തൊക്കെ ഐറ്റംസാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്ത് കാർട്ടിലിടാം, എന്നിട്ട് പ്ലേസ് ഓർഡർ കൊടുത്താൽ മതി കേട്ടോ. എല്ലാതും ഒന്നിച്ച് ഓർഡർ ചെയ്യാൻ പറ്റും, ഒന്നിച്ച് നമുക്ക് ഡെലിവറിയും കിട്ടും. അത് നല്ല എളുപ്പമല്ലേ. അല്ലാതെ ഓരോന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഭയങ്കര ഇടങ്ങാറായിട്ട് നമുക്ക് തോന്നും, മടിയും പിടിക്കും. പക്ഷേ ഗ്രോസ് സ്റ്റോറിൽ അങ്ങനത്തെ കുറേ എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ജസ്റ്റ് ഒരു ഹായ് വിട്ടാൽ മതി കേട്ടോ. വാട്സപ്പിൽ അവരെല്ലാ ഡീറ്റെയിൽസും കാറ്റലോഗും കാര്യങ്ങളൊക്കെ അയച്ചു തരും. പിന്നെ കസ്റ്റമർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ ഇത്. നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങിച്ച് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ എത്രത്തോളം കമ്പാരിറ്റീവ്ലി പ്രൈസിൻ്റെ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റായിട്ടും എല്ലാതും ഞാൻ അവരുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. എന്താ പറയുക, നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവില്ല എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഓരോ പ്രൊഡക്ട്സും കൊണ്ട് നല്ല ക്വാളിറ്റി തന്നെ നല്ല ചീപ്പ് റേറ്റിന് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്